ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇതൊരു വ്ളോഗായിട്ടൊന്നും കണക്കാക്കണ്ട. ഞാൻ ജസ്റ്റ് എനിക്ക് പറയാൻ, എനിക്ക് ഷെയർ ആക്കാനുണ്ടായിന് രണ്ട് മൂന്ന് കാര്യങ്ങളല്ല, മെയിനായിട്ടൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഷെയർ ആക്കാനുണ്ടായിന്. അപ്പോൾ ആ ഒരു കാരണം ഞാൻ വിചാരിച്ച്, ഞാനതെന്തായാലും എനിക്കതൊരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡ്രീമായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടി ഒരു ഇതിലും കൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഇത് ഇടാൻ തന്നെ കാരണം. അപ്പോൾ ഞാൻ കുറേ ആയി നമുക്കിതൊന്നും ചെയ്യാത്ത, ഒന്നാമെന്നറിയില്ല, ലൈഫിൽ വലിയൊരു ബ്രേക്ക് എടുത്ത പോലെ. ഞാൻ നാട്ടിൽ പോയതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വ്ളോഗും കാര്യമെല്ലാം സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെരി റീസെൻ്റായിട്ട് എനിക്ക് ഉണ്ടായതിൻ്റെ ഒരു പെറ്റിനെ കുറിച്ച്, അതായത് എൻ്റെ ഇക്രുവിനെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ടൊരു ഡ്രീമുണ്ട്. ആ ഡ്രീം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ച് ചെയ്ത് അതെങ്ങനെ എനിക്ക് എല്ലാവരുടെ അടുത്ത് ഷെയർ ആക്കണം. ചിലപ്പോൾ ഞാൻ ഷെയർ ആക്കുമ്പോൾ നിങ്ങളുടെ വിചാരിക്കും ഞാൻ ഭയങ്കര ക്രേസിയാണ്, എന്ത് പ്രാന്ത്, ഒരുമാതിരി സൈക്കോ പോലെ തോന്നും. പക്ഷേ അതൊന്നുമല്ല. അതാണ് ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്കത് ഭയങ്കര എന്താ പറയുക, 2-3 ദിവസം ഞാനത് കരഞ്ഞിട്ട് ഞാൻ ഫുള്ള് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എൻ്റെ മൈൻഡ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇക്രുവും ഞാനും തമ്മിലുള്ളൊരു ബോണ്ട് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 4 ഇയേഴ്സ് ഓൻ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട് തന്നൊരു ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം ഭയങ്കരമായിട്ടൊരു ഹാർട്ട് ടച്ച് കണക്റ്റഡ് ആയിട്ടുള്ളൊരു പെറ്റായിരുന്നു എനിക്കത്. ഞാനങ്ങനെ ആരുമായിട്ട് കണക്റ്റഡ് ആവുന്നൊരു, അങ്ങനെ പെട്ടെന്ന് ഞാൻ കണക്റ്റഡ് ആവില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ കണക്റ്റഡ് ആയ 2-3 വ്യക്തികളുണ്ട്. അതിലൊന്നാണ് എൻ്റെ ഇക്രു. അപ്പോൾ ഇത്രയും നമ്മൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഓനെൻ്റെ ലൈഫിൽ നിന്ന് പോയി. ഒരു 4.5 കൊല്ലം മുന്നേ ഓനെൻ്റെ ലൈഫിൽ നിന്ന് പോയി. എൻ്റെ കോളേജ് വൈവേൻ്റെ ടൈമിൽ ഓൻ പാസ്ഡ് ഔട്ടായത്. അപ്പോൾ പാസ്ഡ് ഔട്ടായിട്ട് ഈ ഒരു ഡേ വരെ ഞാൻ അവനെ കുറിച്ച് ചിന്തിക്കാത്തില്ല. ഒരു ഡേ പോലും പാസ് ഔട്ടായിട്ടില്ല എൻ്റെ അടുത്തുനിന്ന്. ഞാൻ എപ്പോൾ ചിന്തിക്കലുണ്ട്, എപ്പോൾ ഓർക്കലുണ്ട്. പക്ഷേ ഒരു 3-4 ദിവസം മുന്നേ ഞാനൊരു ഡ്രീം കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ കാണാനിടയുണ്ടായ ഡ്രീം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനും ഇക്രുവും എൻ്റെ കസിനും നമ്മളെല്ലാവരും കൂടെ മക്ക മദീനയിലേക്ക് പ്രേ ചെയ്യാൻ പോയി. അപ്പം അതും ഞാൻ ഭയങ്കര സെക്യുലർഡ് പേഴ്സണാണ്. എനിക്കങ്ങനെ ഇന്ന പെർട്ടിക്കുലർ റിലീജിയൻ അങ്ങനെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഭയങ്കര അങ്ങനെ തന്നെ ഒരു ഹോളി പ്ലേസിലേക്ക് എത്തി. അപ്പം ആ ഒരു പ്ലേസിലേക്ക് എൻ്റെ ഒപ്പം ഞാൻ അത്രയും സ്നേഹിക്കുന്ന ഇക്രും കൂടെ ഒപ്പം ഉണ്ടായെന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് നെക്സ്റ്റ് ലെവൽ ടു മീ. അപ്പം അങ്ങനെ പോയ സമയത്ത് ഓൾ ഓഫ് സഡൻ ഞാനും ഇക്രുവും എൻ്റെ കസിനെല്ലാം ആടുന്ന പോയി. നമ്മളെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു. അടുത്ത മദീനേൻ്റെ അതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. അടുത്ത എന്താ പറയുക, തൂണ്, പില്ലേഴ്സ് എല്ലാം കാണുന്നുണ്ടായിരുന്നു. അവിടെ ഇക്രുവും ഞാനെല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കസിനോട്, പ്രതുന്നുള്ള പേര്, പ്രതുവിനോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, നോക്കണം, ഇക്രു നോക്കണം, പാഞ്ഞോല, ഓടിപ്പോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നോട്. പക്ഷെ അവളതങ്ങനെ കെയർ ആക്കിയിട്ടില്ല. പെട്ടെന്ന് തന്നെ ഇക്രു കാര്യശായി പോകുന്നുണ്ടായിരുന്നു. ഇക്രുവിനെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. അവിടെ പോയി നോക്കുന്നുണ്ടായിരുന്നു. ഫുള്ള് തിരഞ്ഞു ഞാൻ. പിന്നെ ഞാൻ ഓർക്കുന്ന ഡ്രീം കഴിഞ്ഞു. പിന്നെ ഞാൻ ആ ഡ്രീം ഇരുന്ന് റിയലൈസ് ആക്കുമ്പം എനിക്കൊരു കാര്യം ഫീലായി. ലൈക്ക് ഇക്രു ഈസ് സേഫ് നൗ. ഹി ഈസ് സംവെയർ സേഫ് ഇൻ എ ഹോളി പ്ലേസ്. ലൈക്ക് ഇക്രു ഭയങ്കര ഹെവൻലി ആയിട്ട് ഒരു സ്ഥലത്ത് എത്തി എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി. അത് കണ്ടിട്ട് എനിക്കെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഒരു ഡേ പോലും എനിക്ക് എന്താ പറയുക, ഒരു ഡേ പോലും ഞാനത് ആരടുത്തും ഞാൻ അതായത് ഞാൻ ഇക്രുവിനെ കുറിച്ച് ഷെയർ ആക്കിക്കൊണ്ടിരിക്കാത്ത ഒരു ഡേ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് ഈ ഒരു ഡ്രീമും കൂടെ അത് 4-5 കൊല്ലത്തിന് ശേഷം എനിക്കത് കാണാനിടയുണ്ടായെന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് സംതിങ് ലൈക്ക് വാട്ട് ഐ വാസ് എക്സ്പെക്ടിങ് മോർ ദാൻ എക്സ്പെക്ടിങ് ബിയോണ്ട് സംതിങ് എന്നും പറയില്ല, അങ്ങനെയായിപ്പോയി. എനിക്കെന്താ പറയുക, അതെങ്ങനെ ഷെയർ ആക്കണമെന്നോ എങ്ങനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു തരണമെന്നോ എനിക്കറിയില്ല. അതിനോട് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ എന്തെങ്കിലും ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നമ്മൾ കൊണ്ടെടുക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ഇനിയിപ്പോൾ അവർ നമ്മളെ ലൈഫിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാലും അതിൻ്റെ ഒരു സൂചന നമുക്ക് തരും. എന്തായാലും ദൈവം ആരായാലും നമുക്കത് എത്തിച്ചു തരും. ഇപ്പം എൻ്റെ മൈൻഡിലുണ്ട്, ഇക്രു ഭയങ്കരമായിട്ട് സേഫായിട്ടുള്ളൊരു പ്ലേസിലെത്തി, ഭയങ്കര ഹെവൻലി പ്ലേസിലേക്ക് എത്തി. ഇപ്പോൾ കുറേ ആൾ പക്ഷേ എങ്കിലും എനിക്ക് അഗെയിൻസ്റ്റ് കമൻ്റ് ഇടാം, നീ ഇപ്പോൾ 96 അത്ര 80 അത്ര, അതായത് സ്വർഗവും അങ്ങനെയെല്ലാം വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, ഐ ഹാവ് നോ ഇഷ്യൂസ് വിത്ത് ദാറ്റ്. പക്ഷേ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കത് എന്താ പറയുക, അതായത് എനിക്ക് ഇക്രുവിനെ ദയവായിട്ട് എനിക്ക് കാണിച്ചു തന്നു. ഇക്രു ആടെ അങ്ങനെ ഒരു സ്ഥലത്തെത്തി. ആൻഡ് ദാറ്റ് വാസ് സംതിങ് ബിയോണ്ട് വാട്ട് ഐ ആസ്ക് ഗോഡ്. ലൈക്ക് എനിക്ക് എപ്പോഴും എനിക്ക് അറിയണമെന്നുണ്ടായിന്.
എന്താണ് ഇക്കുറിപ്പ് പേടി ഉണ്ടാവും. എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ആരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് അവരെവിടെ ഉണ്ടാവും, അവരെങ്ങനെ ഉണ്ടാവും, അവരെന്താക്കുന്നു, എന്താ ചെയ്യുന്നുണ്ടാവുക. നമുക്ക് പല പല ചിന്തയുണ്ടാവും. അതേ സമയത്ത് എൻ്റെ മൈൻഡിൽ എനിക്ക് ഇക്കുറിപ്പ് പേടിയുണ്ടാവും. ഇക്കുറിപ്പ് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാനുണ്ട്, ഇക്കുറിപ്പ് എവിടെയെങ്കിലും ആരെങ്കിലും പെറ്റായിട്ട് ഇപ്പോൾ വളരുന്നുണ്ടാവുമോ. ആ സമയത്ത് എനിക്ക് ഡ്രീം കാണാനിടയുണ്ടായി ഈസ് ഇൻ ദ ഹെവൻ. അങ്ങനൊരു മൂമെൻറ്റിലേക്ക് എത്തി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ദിസ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു ഷെയർ യു ഗൈസ്. ബൈ ബൈ. അപ്പോൾ ഇനി ഞാൻ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും വ്ളോഗും റിവ്യൂസ് എല്ലാം ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. സപ്പോർട്ടാക്കും, അപ്പുറം നിൽക്കുക. ബൈ ബൈ, ടേക്ക് കെയർ. ഞാൻ അവൾക്ക് അശ്വതി എന്ന് പേരിട്ടു. അച്ചുന്ന് വിളിച്ചു. എന്റെ കയ്യിൽ അവളെ കിട്ടിയ ദിവസം അന്ന് അവളുടെ പിറന്നാളായി. ഞാൻ അവളുടെ അമ്മയുമായി.